ആത്മാർത്ഥത കൂടി പോയി ജോലി പോയ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടോ? ശമ്പളം കിട്ടണല്ലേ, നല്ല രീതിയിൽ വർക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് രണ്ടാൾക്കാരുടെ പണി എടുക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും. എന്നിട്ട് നിങ്ങളെ കൊണ്ട് പറ്റാത്ത രീതിയിലുള്ള പ്രഷറും നിങ്ങളുടെ തലയിലിട്ട് തരും. അവസാനം ഓവർ ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ പണിയും പോവും. ഞാൻ പറഞ്ഞു വന്നത് ഇടുക്കിയിൽ ഒരു റെസ്റ്റോറന്റിൽ നടന്ന കാര്യമാണ്. അവിടുത്തെ മാനേജർ ഒരു വ്ളോഗറെ കാണുന്നു, അർജുൻ MP. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇടുക്കിയിൽ ഒരു ഫുഡ് ചലഞ്ചിന് പോയപ്പോ അവിടുത്തെ കഫേയിലെ ഒരു മാനേജർ വന്നിട്ട് ഇദ്ദേഹത്തെ വിളിക്കുകയും ആ ഹോട്ടലിന്റെ റിവ്യൂ അദ്ദേഹം എടുക്കുകയും അത് പോസ്റ്റ് ചെയ്തതിന് ശേഷം ആ മാനേജറുടെ പണി പോവുകയും ചെയ്തു. അതാണ് നേരത്തെ പറഞ്ഞത്, ആത്മാർത്ഥത കൂടി പോയും കൊണ്ട് ജോലി പോയ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പൊ വീഡിയോ ഇട്ട് പോണതിന്റെ മുമ്പേ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. കേട്ടാ ഇത്രേ ആയിട്ടുള്ളൂ, ഒന്നും ആയിട്ടില്ല. നിങ്ങളെന്നെ കൊല്ലാൻ നോക്കുവാണ്. അതായത് ഇതിപ്പോ എന്റെ അനിയൻ തന്നെയാണ്, എന്റെ അനിയനെ കൊല്ലാൻ നോക്കുവാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് ഇറങ്ങുക, അത് അടുത്ത സ്പോട്ടിൽ പോകാം. ഇത് നമുക്ക് കഴിച്ചോണ്ടിരിക്കാം. എന്തൊക്കെ പറഞ്ഞു ആൾക്കാര് ടസ്കർ കഫേനെ കുറിച്ച്. ആ കാണുന്ന ആളാണ് ആ ഹോട്ടലിന്റെ മാനേജർ. സംഭവം അർജുൻ MP അങ്ങോട്ട് പോയതല്ല, ആത്മാർത്ഥത കൂടിപ്പോയി അദ്ദേഹത്തെ വിളിക്കാൻ പോയതാണ്. പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി, ബാക്കി കൂടി കേൾക്കാം. മാനേജർ തന്നെ വന്ന് പറയുന്നത് അടിപൊളിയാണെന്ന്. ഒരു തേൻ കുടിച്ച് പാറ നടന്നൊരു തേനീച്ചയായിരുന്നു ഞാൻ. എന്ത് ചെയ്യാൻ, പെട്ടെന്ന് കയറി തസ്കർ കഫേലോട്ട് വിളിച്ചു നമുക്ക് അവിടെ കൂടി പോവാം. അല്ലെങ്കിൽ ഇടുക്കിയിൽ സ്ഥലം കടയൊക്കെ കണ്ടുപിടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വലുതായിട്ട് കമന്റ് ഒന്നും വന്നിട്ടില്ല. ഇവിടെ വലിയ ഫേമസ് ആണ്, തിരക്കുണ്ട്, നമുക്കൊന്ന് കയറി കഴിച്ചിട്ട് പോവാം. ഇവിടെ മാനേജർ പറയുന്നത് ഇവിടുത്തെ കുഴപ്പമെന്ന് പറയുന്നത് ഡിലേ ഉണ്ടെന്ന് മാത്രം. പോവാ കഴിച്ചു നോക്കാം. എന്നെ ക്യാൻവാസ് ചെയ്ത് ഇവിടെ എത്തിച്ചു ബോയ്സ്. എന്ത് ചെയ്യാനാ, കുറച്ച് ഷർദില് കുടിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നെ കൊല്ലാൻ നോക്കുകയാണ് ചില ആൾക്കാർ. ഇവിടെ ഓരോ കടയിൽ നിന്ന് അങ്ങോട്ടും പോകാൻ കുറച്ചേറെ സഞ്ചരിക്കണം, അതെനിക്ക് മനസ്സിലായി തുടങ്ങി. അടുത്ത ഡാമിലോട്ട് പോകുന്നതിന് മുമ്പേ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. വിശക്കിൽ വൈസ് എന്തായാലും നമ്മളൊരു ബാംബു ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. പ്രോൺസ് 690 രൂപ. ഞാൻ ശ്രമിക്കുകയാണ് ഒരേ ഐറ്റം വെച്ച്. ഞാൻ ഈ 10,000 എടുത്താൽ ഇപ്പൊ 1500 അവിടെയായി, ഇവിടെ 690 ആയി. 690 രൂപയുടെ ബിരിയാണിയോ? പക്ഷെ ഞാനതല്ല ഈ ആലോചിക്കുന്നത്. ഈ 690 രൂപയുടെ ബിരിയാണി വാങ്ങിയിട്ട് അതാ ഞാൻ നന്നായില്ലെങ്കിൽ പിന്നെ വരുന്ന റിഗ്രറ്റ് അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഒരു വട്ടൊക്കെ ട്രൈ ചെയ്യാം എന്തൊക്കെയാണെങ്കിലും. പക്ഷെ എന്നാലും ബിരിയാണിക്ക് ഇതൊക്കെ കുറച്ച് ഓവർ റേറ്റഡ് അല്ലേ? അതായത് ഒരു 3-4 ബിരിയാണി വാങ്ങേണ്ട പൈസ ബാക്കി കൂടി കാണാം. എന്നാലും ഇത്ര ക്യാൻവാസ് ചെയ്ത സ്ഥിതിക്ക് ഫുഡ് എങ്ങനെയാണെന്ന് ഞാൻ കഴിച്ചിട്ട് പറയാം. പ്രോൺസിനെക്കാട്ടും കൂടുതൽ ചോറായിട്ട് തോന്നുന്നു എനിക്ക് ചെറുതായിട്ട്. 650 രൂപയുടെ പൊള്ളുന്ന ബാംബു ബിരിയാണി ഒടുക്ക ചൂടാണ് എനിക്ക് കഴിക്കാൻ വേണ്ടി. സാറിന് ഞാൻ പൊള്ളലൊക്കെ കഴിക്കുന്നത്. പ്രോൺസ് എങ്ങനെയാണ് നോട്ടെ. ഓക്കെ, വലിയ ഫ്ലേവർ പിടിച്ചിട്ടില്ല പ്രോൺസിന്. പറഞ്ഞോണ്ട് കഴിക്കട്ടെ. അടിപൊളി. അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും ലക്ഷക്കണക്കിന് ആൾക്കാർ വീഡിയോ കാണുന്നതാണ്. 3 മില്യൺ അബവ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആൾക്ക്. അപ്പൊ ഇനിയാ വരാൻ പോകുന്ന ഹോട്ടലിന്റെ നെഗറ്റീവ് റിവ്യൂ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പെപ്പയുടെ മറ്റേ പടത്തിലെ ഡയലോഗാണ്, മേലെ കൂടെ പോകുന്ന റോക്കറ്റ് ഏണി വെച്ച് പിടിച്ച് ആസനത്തിലിട്ട് പൊട്ടിക്കാന്ന് കേട്ടില്ലേ? അതേ അവസ്ഥ. ബാക്കി കൂടി കാണാം. കൈ കാണിക്കാൻ എങ്ങനെ ഉണ്ടെന്ന് ആൾക്കാരൊന്നും ഇല്ല. നിങ്ങൾക്ക് ഒരു ഫ്ലേവറും പിടിച്ചില്ല. ജസ്റ്റ് ഇപ്പം ചട്ടിലോട്ട് വീണിട്ട് എടുത്തോണ്ടെന്ന് നടക്കുന്നത്. എന്നാലും ബിരിയാണി പറയാനുണ്ടെന്ന്. ബാംബു ബിരിയാണി ഗ്രേവി ഒക്കെ ആയിട്ട് ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇപ്പൊ പറയാം. നമ്മൾ ഒരിക്കലും ഹൈ എക്സ്പെക്ടേഷൻ കൊടുക്കരുത് ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ. അച്ചാറൊന്നും കേട്ടോ, കുറച്ച് ടേസ്റ്റ് വരും. 650 ഓർത്തിട്ടാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ഗുഡ് ബിരിയാണി. നോട്ട് അറ്റ് ഓൾ വർത്ത് ഇറ്റ് ഫോർ 650. 650 ഇല്ല, പക്ഷെ നല്ല ബിരിയാണിയാണ്. ഈ ചെമ്മീൻ ഒട്ടും അരപ്പ് പിടിച്ചിട്ടില്ല. ബിരിയാണി കുഴപ്പമില്ല, നല്ല ബിരിയാണിയാണ്. വെച്ചാൽ അങ്ങനെ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ആണെന്ന് ഫീൽ ആവുന്നുണ്ട്. ബട്ട് ഫ്ലേവർ പ്രൊഫൈൽ ഇസ് നോട്ട് ദാറ്റ് ഹൈ. കുറച്ചേറെ അച്ചാർ വേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ ഫ്ലേവർ കിട്ടാൻ. പ്രോൺസ് ഫ്രഷ് ഒക്കെ തന്നെയാണ്, അത് കഴിക്കാൻ മനസ്സിലാവുന്നുണ്ട്. ഡയറക്റ്റ് കടലിൽ എടുത്ത് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? എന്തായാലും അർജുനേട്ടന് അവിടെ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാ പറയുന്നത്. ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് പോയി ട്രൈ ചെയ്യാം. ഒരാളുടെ അഭിപ്രായം ആവില്ലല്ലോ എപ്പോഴും എല്ലാവർക്കും. പ്രോൺസ് ഫ്രഷ് ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ അരപ്പ് പിടിച്ചിട്ടില്ല എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ആൾക്കാരുടെ താല്പര്യമാണ് അതൊക്കെ. ബാക്കി കൂടി കാണാം. എനർജി ഡ്രിങ്ക് കുടിക്കട്ടെ. ആൾക്കാർ വിചാരിക്കും എന്ത് വേണമെന്ന്. എന്റെ വയറലും കേട്ടോ ഉറപ്പാ. ഈ വീഡിയോക്ക് എത്ര പെട്ടെന്ന് തന്നെ വയറലും നോക്കാനുള്ള വീഡിയോ അത്. ഞാൻ ഒറ്റ വലിക്ക് കുടിച്ചാണ്, പക്ഷെ ഞാൻ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോന്നുള്ള പേടി കാരണം പതുക്കെ കുടിക്കുക. അപ്പൊ ചെറുതായിട്ട് അങ്ങ് ഫീൽ ആയി തുടങ്ങി അപ്പൊ എറിഞ്ഞത് ഫ്രഷ്. ഇത്ര ഫ്രഷ് ഷ്രിമ്പ് ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ, സത്യം പറയാം. ഇതുവരെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈം. ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ് ബോയ്സ്, ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ്. ഞാൻ തിന്ന് തീരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും എന്തോ എവിടെയോ ഒക്കെ തകരാറ് പോലെ. എനിക്ക് എന്തൊക്കെ പറ്റുന്നില്ല. അകത്തുനിന്ന് എന്തൊക്കെ വേദനിച്ച് കൊളുത്തി തുടങ്ങുന്നു. ഓ താങ്ക് യു. ബ്രോയിന്റെ വക സലാഡ്. അവിടെ അയാൾ പറഞ്ഞ് ശ്രദ്ധിച്ചോ, ഇത് എന്റെ വക എന്ന് പറഞ്ഞിട്ട്. സാലഡാണ് കൊടുത്തു വെച്ചിരിക്കുന്നത്. സാലഡ് എന്ന് പറഞ്ഞിട്ട് ക്യാരറ്റും മുറിച്ചിട്ടുണ്ട്, കക്കരിക്കുണ്ട്, കുക്കുംബർ. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുമ്പോൾ എന്റെ വക എന്ന് പറഞ്ഞ് കൊടുന്നു വെച്ച സംഭവം ഇവർ ഇറങ്ങുന്ന സമയത്ത് 120 രൂപ ബില്ലടക്കം അടിച്ച് കൈ കൊടുത്തിറക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു? ആൾക്കാർ സലാഡ് മാത്രമാണ് സൂം ചെയ്യുന്നത്. എന്തുവാണ് ഇത്? എന്റെ ക്യാമറ വെയിറ്റ് ചെയ്തിരിക്കുന്നത്.
കഴിച്ചോ, നല്ല ഫ്രഷ് സാധനമാണ്, എല്ലാം ഫ്രഷാ. എന്റെ തീർന്ന് ഞാനും സെറ്റില്ല, ആ സേഫ് സോണില്ല, ഞാൻ ചാവും കേട്ടാ. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കൂടാ. ഇടുക്കിയിൽ വെറൈറ്റി പിടിക്കുക. ഇടുക്കിയിൽ നമുക്ക് ആ കാട്ടിനകത്തൊക്കെ കയറിയിരിക്കേണ്ടി വരും എവിടെയെങ്കിലും വെച്ച്. ഇവിടുത്തെ കിച്ചണില് എന്താണ് ഈ ഷെഫിനെ മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഇതിനെക്കാട്ടും തിരക്കായിരിക്കും. സാധനമൊക്കെ നല്ലതാ, ഒരു കുക്കിങ്ങിന് കുഴപ്പമേ ഉള്ളൂ. അത് 650 ഇല്ലല്ലോ. ഞാൻ സാറിനെ പറയാത്ത ശരി പോലെ പച്ചക്ക് പറയുക. എല്ലാ റെസ്റ്റോറൻറ്റുകളും പച്ച റിവ്യൂ, ഈ പച്ച ഫുഡുകളൊക്കെ ഫ്രഷ് കുക്കുമ്പറ. ഇതിപ്പം 690 രൂപയുടെ ബിരിയാണി ആയിരുന്നത്. പിന്നെ എന്റെ ക്യാമറ ചിക്കൻ ബിരിയാണി മേടിച്ച് 450 രൂപ. എനിക്ക് നമുക്കൊരു കോംപ്ലിമെന്ററി സലാഡ് വന്നില്ലായിരുന്നു, പിന്നെ ഒരു കുപ്പി വെള്ളം. കോംപ്ലിമെന്ററി സലാഡിന് 120 രൂപ കേട്ടാ. കോംപ്ലിമെന്ററി സലാഡിന് 120 രൂപ. എന്തായാലും കൊള്ളാം. ഇത് അവിടെ ചൂട് 2 കക്കരിക്കൊക്കെ കൊടുത്ത് മുറിച്ചിട്ട് ഇങ്ങനെ 120 രൂപയൊക്കെ വാങ്ങണത് ഭയങ്കര ഇതിൽ അറപ്പന്നെ. അറുത്ത് കൈക്ക് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ. നമ്മുടെ നാട്ടിലൊക്കെ സാലഡ് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. ഇനിയിപ്പോ അവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് അങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയില്ല. ആ ഏരിയയിൽ താമസിക്കുന്ന ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ എന്തായാലും ഒന്ന് പറയുക, പൈസ വാങ്ങിച്ചിട്ടാണോ കൊടുക്കുന്നത് എന്ന്. നോർമൽ വെള്ളം കിട്ടത്തില്ല, പാക്ഡ് വെള്ളം മാത്രമേ കിട്ടത്തുള്ളൂ. ഈ ഇടയ്ക്ക് ഇത്ര നല്ല പൈസ വെറുതെ വേസ്റ്റ് ആക്കി ഞാൻ ആദ്യമായിട്ട്. മാനേജർ കൊള്ളാം കേട്ടോ, നമ്മളെ വഴിയിൽ നിന്ന് വിളിച്ചോണ്ട് മാനേജർ. പക്ഷെ എന്നെ വിളിക്കണ്ടായിരുന്നു. കോംപ്ലിമെന്ററി വന്നിട്ട് കോംപ്ലിമെന്ററി പൈസ മേടിച്ചത് മോശമായി. അത് പറയായിരുന്നു എനിക്ക്, പക്ഷെ വേണ്ട. ഞാൻ വെള്ളം ചൂടുവെള്ളം ചോദിച്ചാൽ അതും കിട്ടിയില്ല എനിക്ക്. അവിടുത്തെ പരിപാടിയെല്ലാം അവസാനിച്ചിട്ട് പിന്നീട് വേറൊരു ചലഞ്ചിൽ ഇരിക്കുമ്പോഴാണ് ഈ അർജുനേട്ടൻ അറിയുന്നത് അയാളുടെ ജോലി പോയിന്ന്. അതായത് വിളിച്ചോണ്ട് പോയ ആ മാനേജറുടെ എന്തൊരു കഷ്ടമാണ് അല്ലേ. പക്ഷെ നമ്മുടെ ഇവിടെ ഒരു മാനേജേഴ്സ് ഒന്നും ക്യാൻവാസ് ചെയ്യുന്ന ലെവലിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതിന്റേതായ ആൾക്കാരുണ്ടാവും. ഇവൻ അടുത്ത് കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ചെറിയ കാര്യം പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇടുക്കി വെച്ചെടുത്ത വീഡിയോക്കകത്ത് ഒരു മാനേജർ നമ്മളെ ഒരു റെസ്റ്റോറന്റിലോട്ട് വിളിച്ച് കയറ്റിയായിരുന്നു. മാനേജർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, ഹോസ്പിറ്റബിൾ ആയിരുന്നു, നമ്മളെ വിളിച്ച് കയറ്റി. റെസ്റ്റോറന്റിന്റെ ഫുഡ് എനിക്ക് അത്രയ്ക്ക് പിടിച്ചില്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ അതൊക്കെ പറഞ്ഞു. അത് പറഞ്ഞ വകയായിട്ട് എനിക്ക് തോന്നുന്നു മാനേജറിന് ജോലി പോയെന്ന് തോന്നുന്നു. മാനേജറിനെ ഒന്നും പറഞ്ഞില്ലായിരുന്നു, ആ ഫുഡിനെ ഞാൻ പറഞ്ഞത്. അതിനിപ്പോ എന്തായാലും ഞാൻ പയ്യനെ വിളിച്ച് ചോദിക്കാം, മാനേജറിനെ വിളിച്ച് ചോദിക്കാം എന്നാണ്. മോസ്റ്റ് പ്രോബ്ലി ഹി മൈറ്റ് ബി മാഡ് അറ്റ് മീ. ഞാൻ കാരണമാണ് ജോലി പോയെന്ന് എനിക്കൊരു കമന്റ് വന്നിപ്പോ. ഒരിക്കലും മറക്കില്ല, ഞാൻ കാരണമാണ് ജോലി പോയെന്ന്. പക്ഷെ ഞാൻ മാനേജറൊന്നും പറഞ്ഞില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞത് അവിടുത്തെ ഫുഡിനെ കുറിച്ച് മാത്രമാണ്. ഫുഡിനെ കുറിച്ച് സത്യം പറയാൻ നിങ്ങൾ പോയി എല്ലാവരും പോയി അവിടെ പോയി കഴിച്ചിട്ട് ഞാൻ എന്തും പറഞ്ഞു വെച്ചിട്ട്. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും കഴിക്കുന്ന സ്ഥലത്ത് കൊള്ളത്തിന് പറയും, കൊള്ളാമെന്ന് പറയും. അപ്പൊ എനിക്ക് അങ്ങനെ തന്നെ പറയുന്നത്. ജോലി പോകാൻ വേണ്ടിയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ പോയത് എനിക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ട് പോയെന്ന്. എന്നെ വിളിച്ച് കയറ്റിയായിട്ട് ഞാൻ പറഞ്ഞ ഇതൊക്കെയാണ്. അപ്പൊ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ മാനേജറിനെ വിളിച്ച് സംസാരിക്കട്ടെ എന്താവുമെന്ന്. പുള്ളിക്കാരൻ ഇപ്പൊ എന്തായാലും ഒരു വിഷമം കാണും എന്റെ മേത്തോട്ട്. ആ പുള്ളിക്ക് എവിടെയെങ്കിലും ജോലി ഒപ്പിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ, നിങ്ങൾ കാണുന്നവർക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ കേട്ടോ. നല്ല പയ്യനാണ്, ഒടുക്കത്തെ ക്യാൻവാസിംഗ് പോലുള്ള ചെറുക്കനാണ്. പക്ഷേ ആ സ്ഥാപനം ആ ക്യാൻവാസിംഗ് ഏറ്റെടുക്കാൻ പറ്റിയില്ല. അത് ഷെഫിന്റെ കഴിവായിരുന്നു. സത്യം പറഞ്ഞാൽ കുറ്റം പറഞ്ഞ ഷെഫിന്, എന്നെ അല്ല. ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ലെന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ കണ്ടപ്പോ നെഗടിച്ചു. ഞാൻ പിന്നെ വീഡിയോ പറയുന്നത്. എന്തായാലും നമ്മുടെ കണ്ടസ്റ്റൻ കഴിച്ചു തീർക്കട്ടെ. സംഭവം എന്തൊക്കെ പറയുകയാണെങ്കിൽ ചെങ്ങായിക്ക് നല്ല രീതിക്ക് ക്യാൻവാസിംഗ് പവർ ഉണ്ട്, അർജുനേട്ടൻ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും മാനേജർ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ അറിയിക്കുക. ഫുഡ് ശരിക്കും നേരെ കണ്ടത് അവിടുത്തെ ഷെഫിന്റെ പവർ തന്നെയാണ്. എന്തൊക്കെ ആണെങ്കിലും ഇതേപോലെ ആത്മാർത്ഥത കൂടി ജോലി പോയ ആരെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യം കൂടി. അപ്പൊ അത്തരത്തിൽ വല്ല അനുഭവം കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ബൈ.